ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡ് സന്ദർശിക്കും. ഛത്തീസ്ഗഡ് രൂപീകരണത്തിന്റെ 25ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യൻ സർവകലാശാലകളുടെ എണ്ണത്തിലുണ്ടായ റെക്കോർഡ് വർധനയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിൽ 18 ജില്ലകളിലെ 121 നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. രണ്ടാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ വൻ മുന്നേറ്റം നടത്തി ഇന്ത്യൻ താരങ്ങളായ ജമീമ റോഡ്രിഗസും ദീപ്തി ശർമ്മയും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡ് സന്ദർശിക്കും. കേരളം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ റായ്പൂരിലെത്തിയ ഉപരാഷ്ട്രപതി ഇന്ന് നവ റായ്പൂരിലും രാജ് നന്ദ്ഗാവിലും നടക്കുന്ന പൊതുപരിപാടികളിൽ പങ്കെടുക്കും. ഛത്തീസ്ഗഡ് രൂപീകരണത്തിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായ രജത് മഹോത്സവ് ആഘോഷങ്ങളിലും അദ്ദേഹം സംബന്ധിക്കും. ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഛത്തീസ്ഗഡ് സന്ദർശനമാണിത്. നാളെ ഛത്തീസ്ഗഡ് രാജ്ഭവനിൽ ഉപരാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകും. QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യൻ സർവകലാശാലകളുടെ എണ്ണത്തിലുണ്ടായ റെക്കോർഡ് വർധനയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 5 IITകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു, ഡൽഹി യൂണിവേഴ്സിറ്റി എന്നിവ റാങ്കിങ്ങിൽ ഇടം നേടിയിരുന്നു. QS ലോക റാങ്കിങ്ങിൽ IIT ഡൽഹിക്ക് 123ാം സ്ഥാനമാണ് ലഭിച്ചത്. ലോകത്തെ ആദ്യ 10 സഹകരണ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ആദ്യ 2-ലെത്തിയ അമൂലിനെയും ഇന്ത്യൻ ഫാർമേഴ്സ് കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡിനെയും അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമൂലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ പ്രതിബദ്ധതയ്ക്കും കർഷകരുടെ സംഭാവനയിലൂടെ മുന്നേറി മാതൃകയായ IFF COയ്ക്കും ലഭിച്ച അംഗീകാരമാണിതെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിൽ 18 ജില്ലകളിലെ 121 നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെയാണ് വോട്ടെടുപ്പ്. 1314 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 3,75,00,000 പേർ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. ബീഹാറിൽ 1ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു. 2ാം ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11-നും വോട്ടെണ്ണൽ 14-നും നടക്കും. അതേസമയം ബീഹാറിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നാരോപിച്ച് ജനതാദൾ യുണൈറ്റഡ് നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് രഞ്ജൻ എന്ന ലല്ലൻ സിംഗിനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാം ന്യൂഡൽഹിയിലെ ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റിൽ ആരംഭിച്ചു. ഫ്രാൻസ്, ദക്ഷിണാഫ്രിക്ക, ബെൽജിയം, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, കൊളംബിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 14 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗും സംഘം വീക്ഷിക്കും. രാജ്യത്ത് 2ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി എന്യൂമറേഷൻ ഫോം വിതരണത്തിന് ഇന്നലെ തുടക്കമായി. കേരളത്തിൽ ഇന്നലെ രാത്രി 8 മണിവരെയുള്ള കണക്ക് പ്രകാരം 2,07,528 പേർക്കാണ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തത്. ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടികയും 2026 ഫെബ്രുവരി 7-ന് അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കും. 2ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കും. ഇന്ന് വൈകിട്ട് 4:30-ന് ഓൺലൈനായാണ് യോഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. ഇതേക്കുറിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അടിസ്ഥാന രേഖ വോട്ടർ പട്ടികയാണ്. 2025 ഓഗസ്റ്റിലും ഒക്ടോബറിലും വളരെ വിപുലമായിട്ടുള്ള ഒരു പുതുക്കൽ പ്രക്രിയയാണ് നടന്നത്. അതിന്റെ തുടർച്ചയായി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2 ദിവസം ആർക്കെങ്കിലും പേര് ചേർക്കണമെന്നുണ്ടെങ്കിലോ തിരുത്തലുകൾ വരുത്തണമെന്നുണ്ടെങ്കിലോ അതിന് ആവശ്യമായിട്ടുള്ള ഒരു അവസരം ഇന്ന് വൈകുന്നേരം 5 മണി വരെ നൽകിയിരിക്കുകയാണ്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂസിലൻഡ് വ്യാപാര മന്ത്രി ടോഡ് മക്ലേയുമായി ഇന്ന് വ്യാപാര ചർച്ച നടത്തും.
ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ ഗോയൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, നൂതന ബന്ധങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉന്നതതല കൂടിക്കാഴ്ചകളിലും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 4ാമത് ദേശവ്യാപക ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 2500-ലധികം ക്യാമ്പുകളിലായി ഒരു മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ സംഘടിപ്പിക്കും. ഗാസ സമാധാന പദ്ധതിയെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാറുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേഖലയിൽ ശാശ്വത പരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആഗോളതലത്തിൽ എല്ലാത്തരം ഭീകരതയ്ക്കുമെതിരെയും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഉറപ്പാക്കുന്നതിനുള്ള പ്രതിബദ്ധത ഇരു രാജ്യങ്ങളും ആവർത്തിച്ചു. We have stood together in testing times and we have created a relationship with a very high degree of trust and of reliability. Our two nations face a particular challenge from terrorism. It is essential that we work towards ensuring a global approach of zero tolerance towards terrorism in all its forms and manifestations. സുഷമ സ്വരാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ സർവീസും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും തമ്മിൽ പരിശീലനത്തിനായുള്ള ധാരണാപത്രം കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ വൻ മുന്നേറ്റം നടത്തി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ യുവതാരങ്ങളായ ജമീമ റോഡ്രിഗസും ദീപ്തി ശർമ്മയും. ജമീമ ആദ്യമായി ബാറ്റർമാരുടെ പട്ടികയിൽ ആദ്യ 10 സ്ഥാനങ്ങളിലെത്തി. ടൂർണമെന്റിലെ പ്ലെയറായ ദീപ്തി ഓൾറൗണ്ടർമാരിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ലോറ വോൾവാർട്ട് 1ാം സ്ഥാനം നേടിയപ്പോൾ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന 2ാം സ്ഥാനത്തെത്തി. മന്ദാന, ജമീമ, ദീപ്തി എന്നിവരെ ICC ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്തി. ഇന്ത്യക്കെതിരായ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ ICC പെരുമാറ്റച്ചട്ടം ലംഘിച്ച പാകിസ്ഥാൻ പേസർ ഹാരിസ് റൌഫിനെ 2 മത്സരങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന മത്സരങ്ങളിൽ റൌഫിന് കളിക്കാനാകില്ല. GST ഭരണപരിഷ്കരണം ഭക്ഷ്യമേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്നതായി വിലയിരുത്തൽ. പിസ്സ, ബ്രെഡ്, ചപ്പാത്തി, പൊറോട്ട എന്നിവ പൂർണ്ണമായും നികുതിരഹിതമാക്കി. വെണ്ണ, നെയ്യ്, കണ്ടൻസ്ഡ് മിൽക്ക്, ഐസ്ക്രീം, ചോക്ലേറ്റ് തുടങ്ങിയവയുടെ GST 5% കുറച്ചു. ഇത് സാധാരണക്കാർക്ക് ആശ്വാസമേകുകയും ഉൽപ്പാദനം ശക്തിപ്പെടുത്തുകയും ചെയ്യും. സിഖ് മതസ്ഥാപകനായ ഗുരു നാനക് ദേവിന്റെ 556ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് ഗുരു നാനക് ജയന്തി ആഘോഷിക്കുന്നു. സത്യം, നീതി, കാരുണ്യം എന്നിവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നതാണ് വിജയത്തിന്റെ യഥാർത്ഥ അളവുകോലെന്ന് ഗുരു നാനാക്കിന്റെ സന്ദേശം പഠിപ്പിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ശബരിമലയിലെ പൂജകൾ ഭക്തർക്ക് ഓൺലൈനിലൂടെ ഇന്നു മുതൽ ബുക്ക് ചെയ്യാം. സന്നിധാനത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഓൺലൈൻ അക്കോമഡേഷൻ ബുക്കിംഗും ഇന്ന് ആരംഭിക്കും. www.onlinetdb.com എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ് ലഭ്യമാവുക. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിന് സമീപം പാസഞ്ചർ ട്രെയിൻ ഗുഡ്സ് ട്രെയിനിലിടിച്ച് 6 പേർ മരിച്ചു. 20ഓളം പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 11:30 വരെ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡ് സന്ദർശിക്കും. ഛത്തീസ്ഗഡ് രൂപീകരണത്തിന്റെ 25ാം വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. QS ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യൻ സർവകലാശാലകളുടെ എണ്ണത്തിലുണ്ടായ റെക്കോർഡ് വർധനയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാർ തെരഞ്ഞെടുപ്പ് ചൂടിൽ 18 ജില്ലകളിലെ 121 നിയമസഭാ മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. 2ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് സർവകക്ഷി യോഗം. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ വൻ മുന്നേറ്റം നടത്തി ഇന്ത്യൻ താരങ്ങളായ ജമീമ റോഡ്രിഗസും ദീപ്തി ശർമ്മയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.